ഹലോ ഗൈസ്, ഇറ്റ്സ് മീ രാഹുൽ ഫാബി. വെൽക്കം ടു ഫാബ്സ് ഓൺ വീൽസ്. ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഇന്നുള്ളത് നങ്ങേലിപ്പടിയിലാണ്. അതായത് നമ്മുടെ മാറ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്ക് കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ഫർണിച്ചറിൻ്റെ റിക്വയർമെൻറ്റ് അങ്ങനെ തിരക്കി കേരളത്തിൻ്റെ ഫർണിച്ചർ ഹബ്ബ് എന്നറിയപ്പെടുന്ന നെല്ലിക്കുഴിയിലാണ് നമ്മളിന്നുള്ളത്. നെല്ലിക്കുഴിയിൽ നിന്ന് തന്നെ കുറച്ച് മാറിയിട്ട് നങ്ങേലിപ്പടി തൊട്ടാണ് നമുക്ക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ വന്നിട്ട് നമ്മളൊരു ഫസ്റ്റ് ഷോപ്പ് എങ്ങനെയുണ്ടെന്ന് കയറാനായിട്ട് നോക്കിയാണ്. ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് കുറേ ഫർണിച്ചർ സാധനങ്ങൾ റേറ്റ് കുറച്ച് വാങ്ങുക, അല്ലെങ്കിൽ നല്ല ഗുഡ് ക്വാളിറ്റി അങ്ങനെ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഷോപ്പിൻ്റെ ഓണറിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളോട് തരാം. സോ എൻറ്റയർലി നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും, പുതിയൊരു എക്സ്പെരിമെൻറ്റ് കൂടിയാണ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളിൽ നങ്ങേലിപ്പടിയിലാണ് ഇൻഔട്ട് സ്പേസ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു ഷോപ്പല്ല, ശരിക്കും ഇതൊരു ഇൻറ്റീരിയർ കൺസെപ്റ്റ് ആണ്. സിബി മാത്യു ചേട്ടനാണ്. അപ്പോൾ ആള് അവരുടെ കൺസെപ്റ്റിനെ കുറിച്ചും ഇതിൻ്റെ വിശേഷങ്ങളെ കുറിച്ചും നെല്ലിക്കുഴിയെ കുറിച്ചും നിങ്ങളോട് ചെറിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പിന്നെ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ ഉള്ള സ്പെയർ ഒന്നും ഇങ്ങനെ സെപ്പറേറ്റ് വിൽക്കുന്ന സാധനങ്ങളൊന്നും അല്ല. ശരിക്കും ഇതൊരു ഇൻറ്റീരിയറിന് ചേർന്ന രീതിയിൽ ഒരു കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ സെപ്പറേറ്റ് നമുക്ക് വാങ്ങാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ വീഡിയോസ് ഉടനെ തന്നെ ഈ വീഡിയോയോട് അറ്റാച്ച് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളോട് പറയാം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ഞങ്ങൾ ഇൻവോൾവ് ആണ്. അതിൻ്റെ വീടിൻ്റെ പ്ലാനിങ്, അതുപോലെ ഡിസൈൻസ്, എക്സ്റ്റീരിയർ വ്യൂസ്, ആർക്കിടെക്ചർ ഡിസൈൻസ്, അതുമുതൽ നമ്മൾ ഇൻവോൾവ് ആണ്. നമുക്കൊരു ടീമുണ്ട്, ആർക്കിടെക്ട്സും ഇൻറ്റീരിയർ ഡിസൈനേഴ്സും എഞ്ചിനീയേഴ്സും തുടങ്ങിയ ടീമുണ്ട്. പിന്നെ വീടുകളുടെ കമേഴ്ഷ്യൽ സ്പേസസും അതുപോലെയുള്ള പ്രോജക്ട്സുകൾ ഇതെല്ലാം നമ്മൾ ഫുള്ളായിട്ട് എടുത്ത് സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ് സബ്മിഷൻ എല്ലാം ചെയ്ത് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ പ്രൊസീജിയർ. മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ മൊത്തത്തിൽ നിങ്ങൾക്കൊരു ഇന്റീരിയർ ഒരു കസ്റ്റമർക്ക് വന്നിട്ട് ഒരു സെപ്പറേറ്റ് ഒരു സിസ്റ്റം മീൻസ് കുറച്ച് ഡൈനിങ് അല്ലെങ്കിൽ അവരുടെ ഹാളിനനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങാതെ, ഈ പറഞ്ഞ മെറ്റീരിയൽസ് വാങ്ങാതെ അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കാം. അതാണ് സാർ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ശരിക്കും ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങൾ കസ്റ്റമറുടെ വീട്ടിൽ പോകുന്ന സാധനങ്ങൾ ഇവിടെ ഉള്ള വേറൊരു കസ്റ്റമർ വന്നാൽ ഇവിടെ വാങ്ങാനായിട്ട് പറ്റത്തില്ല. സ്പെസിഫൈ ചെയ്തിട്ട് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഹൈ എൻഡ് വരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല പോഷായിട്ടുള്ള വീട് അല്ലെങ്കിൽ ഇനി ഏത് ലെവലിലായാലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് വരും. കസ്റ്റമറിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഏത് ലെവലിൽ ചെയ്യും. നമ്മളെല്ലാം ചെയ്യുന്നതല്ല, ഇത് സ്പെസിഫിക് ആയിട്ട് പ്രോഡക്ട്സിന്റെ കോമ്പിനേഷൻസ്, അതിന്റെ കളർ കൺസെപ്റ്റ്സ്, അതിന്റെ എല്ലാ കോമ്പിനേഷൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഇന്റീരിയേഴ്സ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ എന്താണ് ഇവരുടെ യൂണിക്നെസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും? ഇതുപോലെ ചെയ്യുന്ന വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. സോ അതിനുള്ള ഉത്തരം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നെല്ലിക്കുഴി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഹബ്ബാണ്. ശരിക്കും നെല്ലിക്കുഴി ഒരു ഫർണിച്ചറിന്റെ ഒരു വലിയൊരു ഹബ്ബാണ്. ഇന്ത്യയിൽ തന്നെ ഒരു ഒരു മെയിൻ ഹബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് എല്ലാ റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. ഫുഡാണെങ്കിൽ അവൈലബിൾ, കാരണം ഇതൊരു മലയോര പ്രദേശമാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ അടിമാലി മൂന്നാർ മലയോര പ്രദേശമായതുകൊണ്ട് എല്ലാവിധ തടികളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കേരളത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഫുഡ് പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ റേറ്റ് കുറവായിട്ട്. അപ്പോൾ ആ റേറ്റ് കുറവ് നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾ ചെയ്യിക്കുന്ന വർക്കിലും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് നിങ്ങൾക്ക് അതിനകത്ത് ഏത് ടൈപ്പ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെയാണ് സിബിച്ചേട്ടൻ്റെ ആ ഒരു കോസ്റ്റ് കുറവ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്ത് വിടാൻ പറ്റുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെയാണ് ഇരിക്കുന്നത്. സോ അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതുപോലെ ലേബേഴ്സും നല്ല നന്നായിട്ട് ലേബേഴ്സ് ഉണ്ട്. കാരണം ഇവിടെ ഈ വലിയൊരു ഹബ്ബുള്ളതുകൊണ്ട് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. അതാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് ഇവിടെ നിന്ന് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അതെ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെറ്റ് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വീടിനനുസരിച്ച് യുണീക്കായിട്ട് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിബിച്ചേട്ടനെ കോൺടാക്ട് ചെയ്യണം. അവരൊരു കൺസെപ്റ്റാണ്, അവർ കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കും. അതിനുശേഷം അത് വർക്കൗട്ട് ചെയ്തിട്ടാണ് ആ ഈവൻ ലൈക്ക് ഒരു വിൻഡോയുടെ ടൈപ്പ് അല്ലെങ്കിൽ ഒരു വിൻഡോ നോക്കുമ്പോൾ നമ്മുടെ ഒരു കോർണർ വരുന്ന അനുസരിച്ച് പോലും നമുക്ക് അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും. അതൊക്കെ അവരുടെ കൺസെപ്റ്റ് അവരുടെ തിയറിക്കലായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച്
വെച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഇവിടുത്തെ കുറച്ച് കളക്ഷൻ, ഇവരുടെ കുറച്ച് കൺസെപ്റ്റ്സ് ആണ്, അതിൻ്റെ സാമ്പിൾസ് മാത്രമാണ് ഇവരുടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. താങ്ക് യു. ഇപ്പോൾ ഇവിടെ ഫസ്റ്റിലെ കാണുമ്പോഴേ ഒരു പഴയ ടൈപ്പ് ഒരു അലമാര, ഒരു ഷെൽഫ് ഇരിപ്പുണ്ട്. ശരിക്കും ഇതിൻ്റെ ആ വുഡിൻ്റെ കളർ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു പഴയ തറവാടുകളിലൊക്കെ ഇരിക്കുന്ന ഒരു ടൈപ്പായി. ഇതിൻ്റെ എങ്ങനെയാണ് നിങ്ങളിത് ചെയ്യുന്നത് സംഭവം? ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് പഴയ വുഡല്ല, വുഡ് പഴയ വുഡല്ല, ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു നോർമൽ വുഡാണ്. പക്ഷെ ആ വുഡിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഫിനിഷ് അപ്ലൈ ചെയ്ത് സ്പെഷ്യൽ റബ്ബിംഗ് ഒക്കെ ചെയ്ത് നമ്മളൊരു 3-4 കോട്ടിംഗ് ഒക്കെ കൊടുത്ത് ടൈം എടുത്ത് ഫിനിഷ് ആക്കി വെക്കുന്നതാണ്. ശരിക്കും ഒരു ആന്റിക് ലുക്കുണ്ട്. ആന്റിക് ലുക്ക് അത് മാത്രമല്ല, ഇതിനകത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പഴയ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഇത് ശരിക്കും ഇതൊരു പ്രോഡക്റ്റ്, ഒരു ഷെൽഫ് എന്നുള്ളതിനേക്കാൾ ഉപരി അതിൻ്റെ ഒരു ടോട്ടൽ കൺസെപ്റ്റാണ് അവരവിടെ വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് സംഭവം അതുപോലെ തന്നെ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഫുൾ ഹൗസ് എല്ലാ കസ്റ്റമൈസ് ചെയ്യാം. ഇതിന് തന്നെ നമുക്ക് ഇതിനോട് കൂടെ വരുന്ന ആക്സസറീസ് അതെ, ഇതിന് സ്പെസിഫിക് ചെയ്തിട്ടൊരു റേറ്റ് പറയാനായിട്ട് നമുക്കില്ല. ആ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് കൺസെപ്റ്റ് അതനുസരിച്ച് ബിൽഡ് ചെയ്ത് ശരിക്കും ഒരു കല തന്നെയാണ്, കഴിവ് തന്നെയാണ്. അയാൾ ഒരു ഫുൾ ഒരു സംഭവം ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോൾ അത് സ്പെസിഫൈ ചെയ്തിട്ട് ആ ചെയ്യുന്ന ആർക്കിടെക്റ്റിന്റെ ഒരു കഴിവ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് വേറൊരു ടൈപ്പ് വരുന്ന ഒരു ഷെൽഫ് വരുന്നത്. ഇത് നമുക്ക് ഗ്ലാസ് വരുന്ന ടൈപ്പാണ്. ഇത് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു അലമാരയായി വരുന്നത്. സോ അതിനകത്ത് കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതും അതിനൊക്കെ വേറൊരു കാര്യം, 2 അലമാര വെച്ചിരിക്കുന്ന നമുക്കൊരു ലാൻഡിങ് കൊണ്ടുണ്ട്. ആ ലാൻഡിങ്ങിലാണ് അവർ വെച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ ഇതെല്ലാം അടുക്കി വെച്ചിരിക്കുന്നതിനകത്തും കാണാൻ ചില കലകളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ നോർമലി ഇപ്പം സിറ്റിയുടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നോർമലി ഇതൊരു ഡൈനിങ് കൊടുത്തിട്ടുണ്ട്. ആ ഡൈനിങ് ചെയ്തതിന് ശേഷം കൂടെ 2 സെറ്റിംഗ്സ് സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ കസേരകൾ ഇപ്പോഴത്തെ ഒരു മോഡൽ ശരിക്കും പറഞ്ഞൊരു നമ്മളൊരു പഴയ കസേര കൊണ്ടുവന്ന ഒരു സംഭവം. വീട്ടിലേക്ക് വേണ്ടിയിട്ട് സാമ്പിൾ എടുക്കുന്നത് അത് നമ്മളിങ്ങനെ റിനോവേറ്റ് ചെയ്തിരുന്നു. നമുക്ക് ആ ഒരു ആന്റിക് ഫിനിഷിലേക്ക് കസ്റ്റമേഴ്സിനൊക്കെ കൂടുതൽ താല്പര്യം ഒരു ആന്റിക് ഫിനിഷാണ്. നമ്മൾ അകന്നു പോകുന്ന ചില സംഭവങ്ങൾ കളക്ട് ചെയ്യാനുള്ള ആ ഒരു USB ആണ് നമ്മൾ കിട്ടേണ്ട ഒരു സംഭവം. ഈ കൂടുതൽ എനിക്കിവിടെ വന്നപ്പോൾ ഫീൽ ചെയ്ത് തരാമോ, കൂടുതൽ എല്ലാ ഒരു സംഭവങ്ങളും എല്ലാ മെറ്റീരിയൽസും എല്ലാ കാര്യങ്ങളിലും ഒരു പഴമയുടെ ഒരു പുതുമ എന്ന് പറയുന്ന ഒരു സംഭവം കൂടുതലായിട്ട് കാണാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഷെൽഫ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബെഡിനോട് ചേർത്ത് വെക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അതിൽ ഓരോ സംഭവങ്ങളും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കിലോ ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്പെസിഫൈ ചെയ്തിട്ടൊരു സംഭവമല്ല, ഇവിടെ ഫുള്ളും ഒരു മ്യൂസിയത്തിൽ പോയൊരു ഫീലുണ്ട്. അപ്പോൾ ഇനി അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കാം. നമ്മുടെ ഷോപ്പിന്റെ നമുക്ക് ഈ ഒരു കോർണർ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വാൾ ഡെക്കറേഷൻസ് ഒരുപാട് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഷെൽഫ്സും അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ. അതായത് ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് സ്പെസിഫൈ ചെയ്യുന്ന സാധനങ്ങളാണ്. അത്യാവശ്യം വാൾ സിംഗേഴ്സ് പോലെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും എന്താ പറയുക, ഒരു കലയുടെ ഭാഗമാണ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ്. ഈ ഒരു സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ആ മൂലയ്ക്ക് ഉണ്ടായിരുന്നത് പോലത്തെ തന്നെ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പെയിന്റിംഗ് സൈഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വിൻഡോ ഈ സൈഡിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നോർമൽ ടൈപ്പിലുള്ള ഒരു പഴയ മോഡലുള്ള ഒരു ഡെസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഇപ്പോഴത്തെ കാലത്ത് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ട്രെൻഡാണ്. ആ ടൈപ്പിലുള്ള ഒരു ഡൈനിങ് ടേബിൾ അതിൻ്റെ കുറച്ച് കസേരയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറൊരു സംഭവം ഇപ്പം ഞാനിരിക്കുന്നേ ശരിക്കും പറഞ്ഞാലേ പഴയ ചാരു കസേര ഉണ്ടല്ലോ, നമ്മുടെ ഈ ഇല്ലത്തിൻ്റെ ഉമ്രത്തൊക്കെ ഉള്ള പോലെ സിനിമയിലൊക്കെ കാണുന്ന ഒരു പഴയ ചാരു കസേര. എനിക്ക് ഏറ്റവും വലിയ രസം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ചാരു കസേരയിൽ ഇരിക്കുന്നത്. ഇത് പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ വുഡ് വരുന്നത് ട്രീറ്റഡ് ഫുഡാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ട്രീറ്റഡ് ഫുഡുകളുണ്ട്. ഇപ്പോൾ എല്ലാ മെറ്റീരിയൽസും കൂടുതൽ വരുന്നത് നമ്മുടെ ഈ ഒരു മെയിനായിട്ട് എന്താ പറയുക, കൂടുതൽ മരങ്ങളും മുറിക്കേണ്ടതൊക്കെ വെച്ചിട്ടുള്ള രീതിയിലുള്ള കോമ്പിനേറ്റഡ് ഫുഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പഴയ കാര്യസ്ഥരാണ്. ഞാൻ ആദ്യം ഇരിക്കുന്നത് ഇരുന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു ബാലൻസ് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു നോർമൽ നമ്മുടെ ഒരു ഈ പറഞ്ഞ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കൊക്കെ ആയിട്ട് അത്യാവശ്യം ഇരിക്കാൻ പറ്റുന്ന ുള്ള ഒരു ടേബിളും അതുപോലെ ഒരു 4 കസേരയാണ്. ഈ 4 ചെയർസ് ടേബിളെല്ലാം വർക്ക് ഫിനിഷ് ആയിട്ടില്ല. കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന കളർ അനുസരിച്ചിട്ടായിരിക്കും അവർ ചെയ്തു. അത്യാവശ്യം നല്ല എന്താ വെച്ചാൽ ഡിസൈനിങ് അല്ല, ഇവരുടെ കാർപ്പൻറ്റേഴ്സ് ഒക്കെ അത്യാവശ്യം നിങ്ങളുടെ കഴിവ് നമുക്ക് നല്ല രീതിയിൽ കാണാം. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ തിന്നായിട്ടുള്ള ഇതും കാര്യങ്ങളൊക്കെ ഗ്രൈൻഡൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഒക്കെ നല്ല ഡ്യൂറബിലിറ്റി കൊടുക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രീറ്റഡ് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കുന്ന പ്രോഡക്റ്റ്സ് ആണ്. ഒരു ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 20 ട്രീറ്റഡ് ഫുഡ് ആണെങ്കിൽ നിങ്ങൾ പേരിലിട്ടിട്ട് പ്രത്യേകം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം 20 ഇയേഴ്സോളം തന്നെ ഒരു വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കസ്റ്റമറിന്റെ ഇഷ്ടപ്രകാരം നമുക്ക് കസ്റ്റമൈസ്
അല്ലെങ്കിൽ അത് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ ഡിസൈനിങ് ശരിക്കും പറഞ്ഞ ഒരു കസ്റ്റമറിന്റെ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ആ ഒരു ഷോപ്പ് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് നെല്ലിക്കുഴിയിൽ തന്നെ ഹബ്ബുട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അത്യാവശ്യം കുറച്ച് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അലമാരകൾ, അതോടൊപ്പം തന്നെ ഫ്രിഡ്ജുകൾ, ഷെൽഫുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവൈലബിൾ ആണ്. സ്വാഗതം. നമുക്കപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബ്രോഡൊന്നും ചോദിക്കാം. ഇത് നെല്ലിക്കുഴി സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ഷോപ്പാണ് ഹബ്ബുട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ എഴുതാം. ബ്രോ, നമുക്ക് ഈ അത്യാവശ്യം വീട്ടിലൊക്കെ കൂടുതൽ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം വരുന്ന സംഭവമാണ് ഈ ഒരു ടേക്ക്. ഈ ഒരു നമുക്ക് ഈ ഒരു സംഭവം ഇതിന് എത്ര പൈസ വരും? ഇതിപ്പോൾ 5,500 വരും അല്ലേ? ഡിസ്കൗണ്ട് കൊണ്ട് നമുക്കിതൊരു 5,000, അതെ, ഇത് 5,500 ആണ് വരുന്നത്. ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച്, അതുപോലെ തന്നെ ഇത് കൊറിയർ സംവിധാനം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് എത്തിക്കും. ഓൺലൈൻ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതുള്ളൂ. അതുപോലെ തന്നെ വേറൊരു സംഭവം വന്നിരിക്കുന്നുണ്ടല്ലോ, വൺ ടൈം നമ്മളൊരു ഷെൽഫുണ്ട്, ഒരു നോർമൽ ഷെൽഫാണ്. ഈ ഒരു ഷെൽഫ് എന്ത് മെറ്റീരിയൽ ഏതടിയാണ് ഉപയോഗിച്ചത്? പാർട്ടിക്കൽ ബോർഡിൽ ചെയ്തിട്ടുള്ള ഒരു ഷെൽഫാണ്. ഒരു ഡബിൾ ഡോർ ഷെൽഫാണ് വരുന്നത്. അതിനകത്ത് ഒരു ഗ്ലാസ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെങ്ങനെ വരുന്നുണ്ട് പ്രൈസ്? 10,000 അല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇതിന് വാറണ്ടി 10 വർഷം വാറണ്ടി. നമുക്ക് 10 വർഷം വാറണ്ടി ഉള്ളൊരു പ്രോഡക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പാർട്ടിക്കൽ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു സംഭവം തന്നെയാണ് ഇത്. അത് പറഞ്ഞ പോലെ തന്നെ വാട്സപ്പിൽ അല്ലെങ്കിൽ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് വരും. കുറച്ചുകൂടി ഇതൊരു പ്ലെയിൻ ടൈപ്പാണ് കേട്ടോ. നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വേറൊരു അലമാരയുണ്ട്. പണ്ടത്തെ രാജാക്കന്മാരുടെ വീട്ടിലൊക്കെ ഇരിക്കുന്നത് ഭയങ്കര കുറച്ച് മോശമായിട്ടുള്ള അലമാര, അങ്ങനെ വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഒരു അലമാരയുണ്ട്. ഇത് ഏത് തടിയാണ്? തേക്കിൻ്റെ ആണല്ലേ? ഇത് തേക്കാണ്. അത്യാവശ്യം അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം എല്ലാം ഫുള്ള് തേക്കിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് എങ്ങനെയാണ്? നമുക്കിത് 25 വരും. നമ്മുടെ നാട്ടിലൊക്കെ കൊല്ലത്ത് അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 35-40 റേഞ്ചിലൊക്കെ എന്തായാലും വരും. നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു അലമാരിയാണ്. ഈ ഒരു കൺസെപ്റ്റൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇതെടുക്കാവുന്നതാണ്. അലമാരി വന്നിട്ടുള്ളത് ഈ ഒരു അലമാരി 2 ഡോറാണ്. അതുപോലെ തന്നെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനെങ്ങനെ പ്രൈസ് വരും? 23. ഏത് തടിയാണ്? തേക്കാണ്. ഇതെല്ലാം തേക്കാണ്. ഇത് കൂടുതലും ചെയ്യുന്നത് തേക്കിലാണ് ചെയ്യുന്നത്. ഹബ്ബുട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര്, അത് മറക്കണ്ട. അതോടൊപ്പം തന്നെ ഇത് 23 ആണ് പ്രൈസ് വരുന്നത്. ഡബിൾ ഡോറുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട ഷെൽഫ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഷെൽഫ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു ഹിഡൻ ലോക്ക് ഹിഡൻ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള റോയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇത് ശരിക്കും ഞാനും ഒരു ഷെൽഫ് നോക്കുന്നുണ്ട്. ആ സമയത്താണ് എനിക്ക് നെഗറ്റീവ് മനസ്സിലായത്. ഇങ്ങനെ അടുത്തൊരു ഷെൽഫ് സംഭവമാണ്. സാധാരണ എല്ലാ വീട്ടിലും കാണാനുള്ള ഒരു ഫാൻസി ടൈപ്പ് ഒരു സംഭവമാണ്. ഇത് 3 ഡോറാണ് വരുന്നത്. അതുപോലെ താഴെ ഡോർസ് ഉണ്ട്. ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് വാറണ്ടി വരുന്നത്? 10 വർഷം നിങ്ങൾ വാറണ്ടി. എങ്ങനെ റീപ്ലേസ്മെന്റ് വാറണ്ടി ആണോ? ഇതിന് ഈ ലോണൊക്കെ എല്ലാ കാര്യങ്ങളും വരും. അപ്പോൾ 10 വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് പറയുന്നത്. എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് കഴിഞ്ഞാൽ അവരത് റീപ്ലേസ് ചെയ്ത് തരും. അവരുടെ റിസ്ക് റീപ്ലേസ് ചെയ്ത് ഇതിന് എത്ര പ്രൈസ് വരുന്നത്? 13,000 രൂപയുള്ളൂ. ആ സംഭവം കളക്കിയതാണ്. കാര്യം വെച്ചാൽ 13,000 രൂപയ്ക്ക് നമുക്ക് ഇതിൻ്റെ സംഭവം വരുന്നത് വെച്ചാൽ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു കപ്പിളിന് വേണ്ട അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് അനുസരിക്കാനായിട്ട് വരും. ഗ്ലാസും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബെഡ് ടേബിളും ഇത് ഇങ്ങനെ പൈസ വരുന്നത്? അത് 2,500 ആണ്. 2,500 അല്ലേ? ഒരു ബെഡിൻ്റെ സൈഡിൽ വെക്കുന്ന ടേബിൾ കൊടുത്തിട്ട് അതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. തേക്കിൻ്റെ അലമാരയാണ്. കുറച്ച് ഹെവി ബീഡാണ്. മറ്റേ അവിടെ കണ്ട പോലെ തന്നെ നല്ല പക്ക ഒരു ക്വാളിറ്റി വേണ്ട. ഏകദേശം ഒരു 10-50 അതിന് മേലുള്ള വർഷങ്ങൾ ഈ ഒരു സാധനം നമ്മളിതിന് ലൈഫ് ടൈം ഗ്യാരണ്ടി ആണ് ഇതിന് വരുന്നത്. ട്രീറ്റഡ് എല്ലാ കാര്യങ്ങളും ഇതിന് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ ചെറുള്ള കാര്യങ്ങളൊന്നും പിടിക്കുന്നില്ല. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? 36,000 ആണ്.
36 ആണ് അല്ലേ. അതുപോലെ തന്നെ പക്ക ക്വാളിറ്റിയാണ്, നല്ല വെയിറ്റ് ആണ്. 36,000 ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഈ സാധനം വാങ്ങാവുന്നതാണ്. 3 ഡോറാണ് വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റേതുപോലെ താഴെ നമുക്ക് ഡോർസ് കൊടുക്കുന്നുണ്ട്, ഷെൽഫും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി വേറൊരു മോഡൽ വന്നു നമ്മൾ നേരത്തെ കണ്ട സെക്കൻഡ് ലാസ്റ്റ് കണ്ട അലമാരിയുടെ സെയിം തന്നെയാണ് ഇത് വരുന്നത്. പക്ഷേ അതിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് ഡിസൈൻ വേണ്ട ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരു വിൻറ്റേജ് ലുക്ക് വരുന്ന ഒരു ഷെൽഫാണ്. ഡബിൾ ഡോറാണ്. അതോടൊപ്പം തന്നെ താഴെ നമുക്ക് ഡോർ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺലി പുറത്തുനിന്നുള്ള ഒരു ലുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും തടിയിൽ തേക്ക് തന്നെയാണ്. എല്ലാ ഉള്ള ഒരുപാട് സംഭവങ്ങളെല്ലാം തേക്ക് തന്നെയാണ് ഉള്ളത്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് വന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ചിട്ട് സാധനങ്ങൾ വാങ്ങാം. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ ഇത് 25,000 ആണ് വരുന്നത്. അതുപോലെ ലൈഫ് ടൈം വാറന്റിയും ഉണ്ട്. നമ്മളിപ്പോൾ നോക്കുന്ന വെച്ചാൽ അത്യാവശ്യം നമ്മുടെ അലമാരിയുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ശരി നമ്മൾ നോക്കുന്ന വെച്ചാൽ അത്യാവശ്യം നല്ല ഡൈനിങ് ടേബിൾസിന്റെ കളക്ഷൻ കൂടെ അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് ഒരു ഏകദേശം ഒരു 6 ഡൈനിങ് ടേബിൾസ് കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ ഈ ഒരു സ്റ്റാർട്ടിംഗ് സെറ്റിന്റെ ഇത് എങ്ങനെയാണ് ബ്രോ? ഇതിന്റെ സൈസ് വരുന്നത് 5.3 ആണ്. 5.3 ഇതിന്റെ സൈസ് വരുന്നത് അല്ലേ? 5.3 സൈസ് വരുന്നത്. ഇത് ചെയറാണോ? വിത്തൗട്ട് ചെയറാണ്. ഇതെല്ലാം വിത്തൗട്ട് ചെയറാണ് പ്രൈസ് വരുന്നത്. 5.3 ഇതിന്റെ സൈസ്. 13,000 രൂപയാണ് ഗ്ലാസ് ഉൾപ്പെടെ ഇതിന്റെ ഒരു പ്രൈസ് ആയിട്ട് വരുന്നത്. ഇത് ഏത് ഇതാണ്? തേക്കാണ് കേട്ടോ. തേക്കിലുള്ള ഒരു ഡൈനിങ് ടേബിളാണ്. അത്യാവശ്യം ഒരു സ്മോൾ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സംഭവം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ്. നമുക്ക് നെക്സ്റ്റ് ഒന്ന് നോക്കാൻ പറ്റുന്നത് ഇത് പഴയ മോഡല് ഓൾഡ് ഷേപ്പാണ്. ഓവൽ ഷേപ്പ്. സോറി ഇതേ ഓൾഡ് ഷേപ്പ് അല്ല, ഇത് ഓവൽ ഷേപ്പാണ്. അത് മാത്രമല്ല കുറച്ച് പുരാതനമായിട്ടുള്ള ഡിസൈനിലുമാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട ആന്റി കളക്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ആ പഴയ വീട്ടിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. ഇതിന്റെ കാലൊക്കെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഇതിന്റെ ചെയർ അടക്കമാണ് അല്ല വിത്ത് ഗ്ലാസ് നമുക്ക് 12,000 ആണ് വരുന്നത്. പിന്നെ ചെയർസിന്റെ പ്രൈസ് അഡീഷണൽ വരും. എങ്ങനെയാ ചെയർസിന്റെ പ്രൈസ്? ഇതൊക്കെ ആകുമ്പോൾ 2,500 വരും പെർ പീസ്. 2,500 വരും പെർ പീസ് ചെയർ വരുമ്പോഴത്തേക്ക്. നമുക്ക് അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഇതിപ്പോൾ ചെയറിന്റെ വേറെ ഒരു സംഭവം നമ്മൾ കാണിച്ചു തരാം. വേറൊരു കളക്ഷൻ ഉണ്ട്, അതോടെ കാണിച്ചു തരാം. നമുക്ക് ഡൈനിങ് ടേബിൾ മാത്രം വരുന്നത്. ഇപ്പൊ ഈ ഒരു ഡൈനിങ് ടേബിൾ എങ്ങനെയാണ് വരുന്നത്? ഇത് അളവ് സെയിം ആണ്. ഇത് നമ്മളിപ്പോൾ ആദ്യം കണ്ട ഡൈനിങ് ടേബിളിന്റെ അളവാണ്. പക്ഷേ ഈ ഒരു ഡൈനിങ് ടേബിൾ 6.3 ആണ് ഇതിന്റെ ഒരു സൈസ് വരുന്നത്. എത്ര ഇതിന്റെ പ്രൈസ്? ഇത് 17 ആണ് വിത്ത് ഗ്ലാസ്. 17,000 ആണ് വിത്ത് ഗ്ലാസ് നമുക്ക് ഈ ഒരു ഡൈനിങ് ടേബിളിന്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഡൈനിങ് ടേബിൾ വരുന്നുണ്ട്. അത് വേറൊരു ഡിസൈനാണ്. ഇത് കൊള്ളാം സംഭവം. വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ മിഡിൽ ഒരു റോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു വേറെ ഒരു ടൈപ്പ് ഡിസൈനിങ് ആണ്. അതിന്റെ തന്നെ പെയർ ചെയർസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. ഇതിന്റെ ചെയർ അത്യാവശ്യം ഇതിന്റെ ചെയർ ഇതിന് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇതെത്ര പ്രൈസ് വരുന്നത്? 11,000 രൂപ വരുന്നത് കേട്ടോ. അത്യാവശ്യം ഫ്ലാറ്റ് ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ലൈഫ് ടൈം വാറന്റി ആണ്. സെയിം അല്ലേ? സെയിം എല്ലാം തേക്കിന്റെ എല്ലാ പ്രോഡക്റ്റും ലൈഫ് ടൈം വാറന്റി കൊടുത്തിട്ടുള്ള നല്ല കോസ്റ്റോറാണ് ഈ ഒരു സംഭവത്തിന്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ കണ്ടതിന്റെ ചേട്ടൻ കൊണ്ട് സംഭവം, അതായത് വലിയൊരു ഡൈനിങ് ടേബിൾ ഇത് 14 ആണ്. 14,000 റേറ്റ് വരുന്നുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല കുറേ ആൾക്കാർക്ക് നമുക്ക് വളരെ സ്പീഷ്യസ് ആയിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ തന്നെയാണ്. ഏത് പൊക്കി അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ നല്ലപോലെ പിടിച്ചാൽ ഈ സാധനം പൊങ്ങുന്നുള്ളൂ. നല്ല വെയിറ്റ് ഉള്ള ഡൈനിങ് ടേബിളാണ്. ഇതിൽ നമുക്ക് ട്രാൻസ്ഫർ അവർ നമുക്ക് പ്രൈസ് ഇത് 14,000. ഈ 14 ഞാൻ എനിക്കിവിടെ കണ്ടത് വെച്ചിട്ടേ കുറച്ചുകൂടെ പക്കായിട്ട് തോന്നിയത് ഈ ഒരു ഡൈനിങ് ടേബിളാണ്. പ്രൈസ് റേഞ്ചിലും ഈ ഒരു കൺസെപ്റ്റ് 14,000 രൂപ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ബ്രോയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിടാം. ഓക്കെ. നമുക്ക് ചെയറിൻ്റെ വലിയൊരു കളക്ഷൻ നമ്മളിപ്പോൾ അലമാരയും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളൊക്കെ നോക്കി ചെയറിൻ്റെ വലിയൊരു കളക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഇഷ്ടംപോലെ ചെയറുണ്ട്. അതുപോലെ തന്നെ സോഫ സെറ്റുകളും ഉണ്ട്. എല്ലാം തേക്കിലുള്ളതുണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തേക്കിലുള്ളതാണ്. നമുക്കിതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് 3 ചെയറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷിക്കുന്ന ഒരു 3 പ്ലെയിൻ ടൈപ്പ് ചെയർസാണ് വരുന്നത്. നമുക്ക് ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയർസാണ്. ഇതിന് പെർ പീസ് 2,500 ആണ് വരുന്നത്. ഇത് 3 തന്നെ വരുന്നത് 10 റേറ്റിൻ്റെ സെയിം ആണ്. 7,500 വരും. 7,500 വരും അല്ലേ? 3 നമുക്ക് താടി കുറയുമ്പോൾ റേറ്റ് കുറയും. ഇതെല്ലാം ഡിസൈനിങ് വരുന്ന സംഭവങ്ങളാണ്. 7,500 ആണ് നമുക്ക് ഈ ഒരു 3 പീസ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ഒരു 3 പീസ് അവൈലബിൾ ആണ്. അവർ പറയുന്നത് വെച്ചാൽ ഡിസൈൻ കുറയുന്നതിനനുസരിച്ചിട്ടുള്ള പ്രൈസ് കുറയും. കാര്യം പണിക്കൂലിയും അവിടെ കുറച്ചുകൂടി കുറയും. അതാണ് അതിനകത്ത് മെയിൻ. ഒരു ഫുൾ സെറ്റ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഒരു ഹാൾ ഇടാൻ പറ്റുന്ന ഒരു ഫുൾ സെറ്റ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പെയർ ചെയർസും നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഫുൾ സെറ്റ് എങ്ങനെ വരുന്നത്? അതായത് ഈ നടുക്കുള്ള ടേബിൾ ഒഴിച്ചിട്ട് ഈ 3 സാധനം ഇതിന് 28,000.
28,000 ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അത് വളരെ കുറവാണ്, കാര്യം ഇത് തേക്കിലുള്ളൊരു സംഭവമാണ്. ഒരു നമുക്കൊരു ഹാളിടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട ഒരു സംഭവം ഡിസ്കൗണ്ട് പ്രൈസ് ആണോ? ആ ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. പിന്നെ നിങ്ങൾ ഓൺ ടൈം വരുമ്പോഴത്തേക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണെന്ന് പറഞ്ഞ് ഉറപ്പായിട്ട് നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ട് നമ്മൾ ഫസ്റ്റ് ഷോപ്പിൽ കണ്ട പോലെ തന്നെ ഒരു ചാരു കസേരയാണ് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചാരാൻ പറ്റുന്നൊരു ചാരു കസേര വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് 10,000 ആണ് വരുന്നത്. അത്യാവശ്യം ലൈഫ് ടൈം വാറണ്ടി ഉണ്ട്, ലൈഫ് ടൈം വാറണ്ടി തരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വുഡ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ആ ഒരു സെക്കൻഡ് ഫ്ലോറിലോട്ട് എത്തിയിട്ടുണ്ട്, ഫസ്റ്റ് ഫ്ലോറിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം ആൾ മാറിയിട്ടുണ്ട്. ജാസ്പ്രോ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ജാസ്പ്രോ പറഞ്ഞു തരും. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു കോമൺ സോഫയാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് ഏകദേശം 6 സീറ്റാണ്. 6 സീറ്റാണ്. നോർമലി നമ്മൾ ചെയ്യുമ്പോൾ 2+1 അങ്ങനെയാണ് ചെയ്യുന്നത്. ചില കസ്റ്റമേഴ്സിന് നമുക്ക് നോർമലി അവർക്ക് 6 സീറ്റ് വരുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റേ അങ്ങനെ കുറച്ച് പ്രൈസ് ഡിഫറൻറ്റ് അതായത് നമ്മൾ സെപ്പറേറ്റ് പീസ് വരുമ്പോൾ റേറ്റ് കൂടുതലാണ്. ഇതിനൊക്കെ പറഞ്ഞാൽ ഇച്ചിരി മോഡൽ കൂടിയ ഐറ്റംസ് ഇവിടെ കുറേ വർക്കൊക്കെ ഉണ്ട്, അഡീഷണൽ കംപ്ലീറ്റ് കോർണർ എന്നൊക്കെയാണ് ഇത് പറയുന്നത്. ഇപ്പോൾ നോർമൽ 6 സീറ്റ് വരുമ്പോൾ ഒരു 30, 28 ആ റേഞ്ചിലോട്ട് വരും. പിന്നെ അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ഫോം തന്നെ പല ക്വാളിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 28 ഡെൻസിറ്റിയിലാണ് നോർമൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ പല ക്വാളിറ്റിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പില്ലോ ആയിക്കാണെങ്കിൽ റെക്രോണാണ് യൂസ് ചെയ്യുന്നത്. റെക്രോൺ ആണല്ലേ ആർട്ടിഫിഷ്യൽ. ഇപ്പോൾ നമ്മൾ പഞ്ഞിയൊക്കെ ആകുമ്പോൾ കോസ്റ്റ് കുറയും, അത് വേസ്റ്റ് ഫോം ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫുൾ തേക്കായിരിക്കും. അതായത് ഇപ്പോൾ നോർമലി ഇപ്പോൾ നെല്ലിക്കുള്ള ഐറ്റംസ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, റേറ്റ് കുറവാണെങ്കിലും ക്വാളിറ്റി കുറവാണ് എന്ന് ടോക്കൺ. പക്ഷേ അത് ശരിക്കും പുറത്തുള്ള ആൾക്കാർ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ നെല്ലിക്കുള്ളിൽ ഇപ്പോൾ പുറത്ത് വരുന്ന ഷോപ്പുകളിൽ ഓൾമോസ്റ്റ് എല്ലാം നെല്ലിക്കുള്ള ഐറ്റം തന്നെയാണ്. അതെ. പിന്നെ വളരെ റെയറായിട്ട് തൃശ്ശൂരിൽ നിന്നുള്ള ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മോഡലുകൾ മാർക്കറ്റുമാണ് നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്നുവെച്ചാൽ അവിടെ നിന്നുള്ള ആൾക്കാർ ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് മറ്റേ പഴയ തട്ടുകളിൽ നിന്ന് മേടിച്ചിട്ട് പൈസ റോഡിൽ കൊടുക്കുന്ന ഒരു സെറ്റപ്പ് അതുണ്ട്. വേണമെങ്കിൽ പറയാം, അതിലിപ്പോ നമ്മള് തെറ്റ് പറയാൻ പറ്റില്ല. പലർക്കും പല രീതിയാണല്ലോ. ഇപ്പൊ നമ്മള് ചെയ്യുന്ന ഒരു ഐറ്റം അത് നമ്മുടെ തന്നെ ചെയ്യുന്ന നമുക്ക് അതിന്റെ ക്വാളിറ്റി ഏകദേശം നമുക്ക് അറിയാം. ഇവരുടെ ഡിസൈൻസിലും വ്യത്യാസമുണ്ട്, ഇവരുടെ യൂണിക് ഡിസൈൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ആ ഡിസൈൻ പാറ്റേൺ വെച്ചിട്ട് ഇവർക്ക് എവിടെയെങ്കിലും അതുണ്ടെങ്കിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മളൊരു ഇപ്പൊ നമ്മൾ ചെയ്ത ഐറ്റം നമുക്ക് എവിടെ കണ്ടാലും അറിയാൻ പറ്റും. വേറെ ആള് ഇപ്പോൾ നെല്ലിക്കുള്ള ഐറ്റം അല്ലാണ്ട് പുറത്ത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ റീപ്പർ മോഡലുകളൊക്കെ ആണെങ്കിലും സിമ്പിൾ മോഡലായിരിക്കും, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിനകത്ത് ഇപ്പോൾ തേക്കാണെങ്കിൽ കംപ്ലീറ്റ് തേക്കായിരിക്കും. പിന്നെ നമ്മൾ ചിലവർ തേക്കല്ലാണ്ട് മിക്സിംഗ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് റേറ്റ് കുറവ് വരും. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സെറ്റ് ചെയ്യും, അതിലൊരു കോസ്റ്റ് വരുന്നത് നമ്മൾ അതിൻ്റെ മേക്കിംഗ് ചാർജ്, അപ്പോൾസറി, പിന്നെ തടിയുടെ എമൗണ്ട്, ഇതൊക്കെ വന്നു കഴിഞ്ഞ് അതിൽ നിന്നും ചെറിയൊരു പ്രോഫിറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഒരു പ്രോഫിറ്റ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. ഡിഫറെന്റ് ആണ് അതിന്റെ ഡിസൈൻസ് അനുസരിച്ച്, പാറ്റേൺസ് അനുസരിച്ചൊക്കെ അതങ്ങനെയാണ്. പിന്നെ നമ്മൾ മാക്സിമം നമുക്ക് കസ്റ്റമറിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ്, അതിപ്പോൾ ഞാനിപ്പോൾ ഒരു അപ്പോൾസറി ചെയ്യുകയാണെങ്കിൽ നമ്മളതിനകത്ത് ഒറ്റ ഷീറ്റ് ഫോമൊക്കെ ആയിരിക്കും മാക്സിമം വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ യൂണിറ്റിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ചെയ്ത് മേടിക്കുമ്പോൾ അപ്പോൾ ഫോം ചിലപ്പോൾ ഒരു പീസിൽ ചിലപ്പോൾ 2 പീസ് ജോയിൻറ്റ് കാര്യങ്ങളൊക്കെ വരാം, അങ്ങനെയുള്ള ചാൻസുകൾ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമറിന് അത്ര ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ യൂണിറ്റിൽ കൊണ്ടുവന്ന് കാണിച്ച് കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുൾ ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ. കസ്റ്റമർ നമ്മൾ വേണമെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പ് ആവറേജ് ആണെങ്കിലും നമ്മൾ കാണിച്ചു കൊടുക്കും. കാരണം വെച്ചാൽ അവർക്ക് അത് തേക്ക് തന്നെയാണോ, ചില കസ്റ്റമറിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ചാൻസ് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ചില കസ്റ്റമറിന് അവർക്ക് ഒരു ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ 20,000 ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ആ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയും ഇങ്ങനെയാണ് ക്വാളിറ്റി വരുന്നത്, ഇങ്ങനെ ക്വാളിറ്റി കേക്കായിരിക്കും ഒരു 20 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 30 ഇത്രയും അതിനകത്ത് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. എങ്കിലും നമ്മളത് ഗ്യാരണ്ടി ആയിട്ടാണ് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ അതിനകത്ത് ലൈഫ് ടൈം വാറണ്ടി അല്ലേ ലൈഫ് ടൈം വാറണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾസറിക്ക് നോർമൽ 5 ഇയർ. അപ്പോൾസറിക്ക് എപ്പോഴും അതെപ്പോഴും വേണമെങ്കിലും കംപ്ലൈന്റ് ആവാവുന്നതാണ്. എന്നാലും ഒരു പക്ക ക്വാളിറ്റിയിലുള്ള സാധനം യൂസ് ചെയ്യുന്നത് 5 ഇയേഴ്സോളം അവരൊരു വാറണ്ടി പ്രൊവൈഡ് ചെയ്യും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ
ജൂട്ട് തന്നെ പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ യൂഫോം അടിച്ച് ചെയ്യുന്ന ക്ലോത്താണ്. അതായത് നമ്മൾ ക്ലോത്തിലോട്ട് ഒരു ഫോം ആഡ് ചെയ്ത് അടിയിൽ ഒരു കോറൊക്കെ കൊടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ക്ലോത്തിന് കുറച്ചുകൂടെ പെർഫെക്ഷൻ വരും. അങ്ങനെയുള്ള മാറ്റങ്ങൾ അത്യാവശ്യം നല്ലൊരു പ്രൊഫഷനുള്ള ഇതാണ്. ഈ ഒരു സെറ്റിന് എത്രയാണ് പ്രൈസ് വരുന്നത്? ഇതിപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് വരുന്നത് 6 സീറ്റ് ആയതുകൊണ്ട് 13 പറയുന്നത്. പിന്നെ 30,000 രൂപയാണ് നമ്മൾ ഈ ഇരിക്കുന്ന ഈ ഒരു സെറ്റ്. ഈ കോർണർ ഇതിനാണോ ഞാൻ അതിൻ്റെ ഒരു ഡിഫറൻസ് അവിടെ കാണിച്ചു തരാം. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 6 സീറ്റാണ് വരുന്നത്. 6 സീറ്റ് ആണ്. ഇതിന്റെ സെപ്പറേറ്റ് സിംഗിൾ സീറ്റ് ആയിട്ട് വരുന്ന അപ്പുറം കിടക്കുന്നത്. നമുക്ക് അതിന്റെ സിംഗിൾ സീറ്റോടെ നോക്കാം. അപ്പൊ ഇത് തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് മനസ്സിലാവും. ഇതൊരു കോർണർ സെറ്റ് ആണ്. ഇതിന് നമുക്ക് 30,000 ആണ് പ്രൈസ് വരുന്നത്. ഇനി സെപ്പറേറ്റ് സെറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ കണ്ടതിന്റെ സെപ്പറേറ്റ് സീറ്റ്സ് ആണ് ഉള്ളത്. ഈ ഒരു കിലോ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കേട്ടോ, ഇവിടെ സെപ്പറേറ്റ് ഇവിടെ അഡീഷണൽ പീസാണ് ഫിക്സ് ചെയ്ത സാധനം വരുന്നത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കസ്റ്റമർ ചിലപ്പോൾ അവരുടെ ഒരു അവർക്ക് മെഷർമെന്റ് ചിലപ്പോൾ ഡിഫറൻസ് ആയിരിക്കും. അതനുസരിച്ച് അവർക്കത് ഡിസൈൻ ചെയ്യാനും പറ്റും. പിന്നെ ഇതിന്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് അപ്പോൾസറി ഒറ്റ പീസായിട്ടാണ് കൊടുക്കുന്നത്. ഒറ്റ പീസ് സാധാരണ നോർമലി സിംഗിൾ പീസായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലോട്ട് വരുമ്പോൾ അതിന്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസം വരും. നമ്മൾ ഈ ഫോം യൂസ് ചെയ്യണതിനനുസരിച്ച് ഡ്യൂറബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നോർമലി ഇതിനൊരു എന്താ പറയുക ഒരു ഫിനിഷിംഗ് മാറ്റം വരും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിനിഷിംഗ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. ഫിനിഷിൽ കിടക്കുകയും ചെയ്യും. അതായത് സെപ്പറേറ്റ് ആയിട്ട് സാധനം പോകില്ല. ഈ സിംഗിൾ സീറ്റ് നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്താലും ഈ അപ്പോൾസറി ഇങ്ങോട്ട് ഇട്ടാൽ മതി. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് സംഭവം ഇത്രേ ഉള്ളൂ. അതായത് അവിടെ കണ്ട് നമുക്ക് ഒരു കോർണറായിട്ട് ഇടാൻ പറ്റും. അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മൊത്തത്തിൽ മാറ്റി ഇടാൻ പറ്റും. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എവിടെ വേണമെങ്കിലും മാറ്റി ഇടാൻ പറ്റും. പ്രൈസ് വരുമ്പോൾ എങ്ങനെ ഡിഫറൻസ് വരും? പ്രൈസ് വരുമ്പോൾ ഏകദേശം 3,000 രൂപയ്ക്ക് ഡിഫറൻസ് ആവും. 3,000 ഡിഫറൻസ് മാത്രമേ ഇത് തമ്മിൽ വരുള്ളൂ. കൂടുതലല്ലേ? കൂടുതലായിട്ട് ഇതിന് 3,000 കൂടുതൽ വരും. അപ്പോൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു നമുക്കൊരു ഒരു സംഭവമായിട്ട് പറയാനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതും ആവശ്യമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിയാസ് ബ്ലോയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇടാം. നമുക്കിനി വേറെ ഡിസൈനിലുള്ള കുറച്ച് ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ഒരു സിറ്റി വന്നിട്ട് ഒരു കോർണർ സ്റ്റൈൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ അത് സെപ്പറേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോർണർ സെറ്റ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇതിന് ഓൾമോസ്റ്റ് 24 ആണ് വരുന്നത് അല്ലേ? 24,000 ആണ് ഇതിൻ്റെ മാക്സിമം ഒരു 26, 27. അതായത് നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസ് കഴിഞ്ഞ് 24 വരും. പിന്നെ 27 ആണ് കാറുടെ പ്രൈസ്. ശരിക്കും 24 എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. അതെ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സെയിം മോഡൽ തന്നെ ഇപ്പോൾ നെല്ലിക്കൂടിൽ 20 രൂപ റേഞ്ചിലും കിട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി അങ്ങനെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഷോപ്പുള്ളതിനെക്കൊണ്ടും ഒരുപാട് പുറത്ത് യൂണിറ്റുകളുണ്ട്. പല ആൾക്കാരും ഫ്രെയിമുകളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഫ്രെയിമിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതും ഫ്രെയിം എടുക്കുന്നതും നല്ല വ്യത്യാസം വരും. കാരണം വെച്ചാൽ നമ്മൾ നിങ്ങളുടെ അടുത്ത് സമീപിച്ചു കഴിഞ്ഞാൽ കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ട് ഒരു സ്ഥാപനത്തിൽ ഒരു പ്രോഡക്റ്റ് അതായത് ഇപ്പോൾ നമ്മൾ തടിയെടുത്ത് അർപ്പിച്ച് നമ്മുടെ യൂണിറ്റിൽ തന്നെ ചെയ്യുന്നതായിട്ടായിരിക്കും കൂടുതലും. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അതിന് സാധനത്തിന് നല്ല ഉത്തരവാദിത്വം ഉണ്ടാവും. ഒരു ഗ്യാരണ്ടി ഉണ്ട്. റെസ്പോൺസിബിലിറ്റി ഇവർക്ക് ഈ ഷോപ്പുള്ളവർക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ആ ഷോപ്പിനൊരു പേരും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഉണ്ടാവും. അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് അവർക്ക് തരാൻ പറ്റുന്ന ഒരു കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സർവീസിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അവർ മെൻഷൻ ചെയ്യുന്നതിനകത്ത്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അത് കൊറിയർ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വണ്ടികൾ ഇവിടുന്ന് അവൈലബിൾ ആണ്. അതൊക്കെ അതിൻ്റെ പ്രൈസൊക്കെ അഡീഷണൽ വേണം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അഡീഷണൽ വരും. കാര്യം ഒരു വലിയ പ്രോഡക്റ്റാണ്. അതെ അതെ. നമ്മൾ മാക്സിമം റീസണബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൽ ടാക്സും കാര്യങ്ങളൊക്കെ എല്ലാം ഇഷ്യൂകളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഷോപ്പുകളിൽ നിന്ന് തന്നെ വാങ്ങാം. കാരണം അതിന് ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാനുള്ള ആൾ വേണം ഇപ്പോൾ. കാര്യം ഇത് കുറേ കാലം ലൈഫിലും നമ്മുടെ കൂടെ വേണ്ട ഐറ്റംസ് ആണ്. പിന്നെ നമുക്ക് അടുത്ത ഒന്നിൻ്റെ കളക്ഷൻസ് നോക്കിയാണ്. കോർണർ നമ്മുടെ സോഫയിൽ സെറ്റിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഒരു പഴയ മോഡൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ആൻറ്റിക് ലുക്കുള്ള ഒരു പ്രോഡക്റ്റാണ്. അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിലുള്ള സംഭവമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ നോക്കിയാൽ പഴയ വീടുകളിലൊക്കെ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഫുള്ളി തേക്കാണ്. ഇതിനകത്ത് കുഷൻ ഉപയോഗിക്കാത്ത ടൈപ്പാണ്. ഫുള്ളി തടിയിൽ തന്നെ പട്ടിയിൽ വെച്ചിട്ടാണ് ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് തേക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് ഏകദേശം 34, 33 അങ്ങനെ ഒരു 33-34 റേഞ്ചിലാണ് ഇതിന് പ്രൈസ് വരുന്നത്. നമുക്കിത് നല്ല റേറ്റിനുള്ള സാധനമാണ്. ഇതിനും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ മോഡലും വരുന്നുണ്ട്. ഇതിന്റെ തന്നെ കോമൺ മോഡലും വരുന്നുണ്ട്. കസ്റ്റമറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ. ഇപ്പോൾ കസ്റ്റമർ കൺസെപ്റ്റ് ടോട്ടലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയും പഴയ ഒരു മോഡലിലോട്ടാണ് മൊത്തം ആയിക്കോട്ടെ. അതെ, കുറച്ചുകൂടെ ആൻറ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ നമ്മൾ കസ്റ്റമർ ആണെങ്കിലും ഒരു ചെയർ ആണെങ്കിലും കുഷൻ വിത്തൗട്ട് കുഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ വെച്ചാൽ മെയിൻ്റെനൻസ് എളുപ്പമാണ്, ഡ്യൂറബിലിറ്റിയും കൂടുതൽ.
അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടാണെങ്കിൽ കുറച്ച് കംഫർട്ട് ആയിരുന്നു ആൾക്കാർക്ക് ആവശ്യം, പക്ഷെ ഇപ്പൊ കുറച്ച് കംഫർട്ട് കുറഞ്ഞാലും സാധനങ്ങളുടെ ഡ്യൂറബിലിറ്റി ആണ് കുറച്ച് ഒരു മൊത്തത്തിലൊരു വുഡൻ ടച്ച് ഒരു കാര്യം തടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, തടിക്ക് എക്സ്പെൻസീവ് ആണ്. സോ അതിന്റെ ആ ഒരു ഇത് ആൾക്കാരിലോട്ട് എത്തിക്കാൻ അങ്ങനെയാണ് ഒരു അതായത് നമ്മളിപ്പോൾ ഒരു നേരത്തെ എന്ന് പറഞ്ഞാൽ തമിഴ്നാടൊക്കെ കൂടുതലും പോകുന്നത് കൊത്തുപണി അങ്ങനെയുള്ള പക്ഷേ ഇപ്പോൾ പ്ലെയിൻ ആണ് കൂടുതൽ എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പൊ പ്ലെയിൻ വർക്കുകൾക്കാണ് കുറച്ചുകൂടെ കസ്റ്റമേഴ്സ് കൂടുതൽ. ഓരോ ഇതനുസരിച്ച് ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും കുറച്ച് ബെഡും കാര്യങ്ങളൊക്കെ വരുന്നത് കിങ് സൈസ് ആണ്. കിങ് സൈസ് വരുന്ന ഒരു ഷട്ടിലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കൂടുതൽ അക്വേഷ്യാണ് ഫുൾ അക്വേഷ്യാണ് വരുന്നത്. അതിപ്പോൾ കിങ് സൈസൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 16 രൂപ പ്രൈസിലൊക്കെ വരും. 16 രൂപയിൽ നമുക്ക് കിങ് സൈസിൽ ഒരു കട്ടിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്, കുറച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഇത് എന്തെങ്കിലും വാറണ്ടി പ്രൊവൈഡ് ചെയ്യണം? നമ്മൾ വാറണ്ടി പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും ഒരു വർഷമായിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കസ്റ്റമറിന് നമ്മളോട് ഒരു കസ്റ്റമർ എടുത്തു എന്ന് വെച്ചാൽ നമ്മളെ സാധനത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതായത് നോർമലി എൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എല്ലാം കണക്ഷൻ കച്ചവടമാണ്. നമ്മളൊരു കസ്റ്റമറിന് കൊടുത്ത് ചെയിനാണ്. അതെ, എനിക്ക് അങ്ങനെയാണ് കൂടുതലും കസ്റ്റമർ വരുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ഒരു സാധനം കൊണ്ടുപോയിട്ട് ഒരു 3-4 വർഷമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ സാധനങ്ങൾ ഉറപ്പായിട്ട് ഫാമിലി ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നതെന്നൊക്കെ നമുക്ക് വരുന്നതെല്ലാം അങ്ങനെയാണ്. അതിപ്പോൾ നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് എൻക്വയറീസ് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഇതിപ്പോൾ കിങ് സൈസിൻ്റെ തന്നെ ഒരു തേക്കിന് കട്ടലാണ്. തേക്കിന് കട്ടൽ ഇതിപ്പോൾ പലക തേക്കായിരിക്കില്ല, പക്ഷേ നമുക്കൊരു കസ്റ്റമർ ചോദിക്കുമ്പോൾ അതായത് ഈ മോഡൽ തന്നെ നമുക്ക് ഒരു 14 മുതൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. 14 തൊട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. തേക്കിൽ ചെയ്ത് കൊടുക്കാം. തേക്കിൽ തന്നെ നമുക്കൊരു 14,000 തൊട്ട് കിങ് സൈസിലോട്ടുള്ള ഓർഡർ തന്നെ. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കണ്ടോ, ഈ കട്ടലിൽ വരുന്നതിന്റെ ടോപ്പും കാര്യങ്ങളൊക്കെ കനം കൂട്ടി നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിപ്പോ നമ്മൾ ഒരു 1/2 ഇഞ്ചിലോട്ട് വന്നാലും കട്ടലിന് വേറെ പ്രോബ്ലങ്ങളോ കാര്യങ്ങളൊന്നും. പക്ഷേ ചില കസ്റ്റമറിന് തടി കുറച്ച് കൂടുതൽ വേണം. ചില കസ്റ്റമേഴ്സിന്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ, ചിലർക്ക് കുറച്ച് കൂടുതൽ കൊണ്ടായാലാണ് സ്ട്രോങ് ആവുള്ളൂ എന്നുള്ളൊരു ഫീൽ. അതുകൊണ്ട് നമ്മൾ ഇതുണ്ട്, ഇത് കാലൊക്കെ 4 ഇഞ്ച് കാലൊക്കെ വരുന്നത്. 4 ഇഞ്ച് കാലൊക്കെ വരുന്നത്. ഈ ലോ കോസ്റ്റിൽ വരുന്ന ഒരു ബെഡാണ് വരുന്നത്. ഇതിന്റെ കോസ്റ്റ് എങ്ങനെ വരുന്നത്? ഇതൊക്കെ വരുന്നത് നമ്മളൊരു 10,000 വരുന്നത്. 10,000 വരുന്ന ഒരു ബെഡാണ്. കിങ് സൈസ് ആവുമ്പോൾ ഇത് കിങ് സൈസ് ആണ്. ഇതിന് ക്യൂൺ സൈസ് തന്നെ കേട്ടോ. അത്യാവശ്യം കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ബെഡ് വാങ്ങണം എന്നുള്ളവർക്ക് വരുന്നത് 10,000 ഇതിന് റേഞ്ച് വരുന്നുള്ളൂ. ഇത് ഏതാണ് തടി? ഇത് കേക്കാണ്. പക്ഷേ നമ്മളിപ്പോൾ കസ്റ്റമറുടെ അങ്ങനെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഐറ്റം അല്ല. ബഡ്ജറ്റിൽ കുറവ് വരുന്ന കസ്റ്റമർക്ക് ഞാൻ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ഇന്ന ബഡ്ജറ്റിൽ വരുന്ന ഐറ്റമാണ്. അതെ, കസ്റ്റമറിന്റെ റിക്വയർമെന്റ്, കസ്റ്റമറിന്റെ ഒരു ലെവൽ അനുസരിച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് വരുന്നൊരു 10,000 ആണ്. ക്യൂൺ സൈസിലുള്ള ഒരു ബെഡാണ്, അതും തേക്കിലുള്ളതാണ്. ഇപ്പോൾ കണ്ട ആ ഒരു 10,000 അതേ സെയിം ബെഡിന്റെ തന്നെ ഒരു അനദർ മോഡലാണ് ഇത് വരുന്നത്. നമുക്ക് 12,000 ആണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്. അതേ ഒരു പ്ലെയിൻ ഡിസൈൻ ആണ് അല്ലേ. ഈ റേറ്റ് മാറി പോകുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ബെഡിനൊക്കെ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. അവർക്കൊക്കെ ഈസിലി എനിക്ക് ഒന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ. എനിക്ക് തന്നെയായാലും നമ്മളിപ്പോൾ കൊണ്ടുവന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊച്ചിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ സിംപ്ലി ഒരു ബെഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാവുന്ന, പിന്നെ ഏതെങ്കിലും വീട്ടിൽ നമുക്ക് റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു കട്ടിൽ ഇതിപ്പോൾ നമ്മൾ 12 രൂപ കസ്റ്റമറോട് തന്നെ നമ്മൾ ആവറേജിന് മേലുള്ള ഒരു തേക്കിൽ പണിതേക്കുന്ന സാധനം. ഇത് തന്നെ എനിക്ക് 10 രൂപ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. എന്നാലും അതിന് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കും. പിന്നെ എങ്കിൽ കൂടി നമ്മൾ കസ്റ്റമർ കൂടുതലും പറയുന്ന ഒരു 1000 രൂപ 1500 ഡിഫറൻസ് നോക്കാൻ എനിക്ക്. അതെ, എപ്പോഴും ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരു 2,000 വരെയുള്ള റേഞ്ച് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ 1 ടൈം പർച്ചേസ് ആണ് ഫർണിച്ചർ കൂടുതലും വരുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇപ്പോൾ 50,000 രൂപയ്ക്കും എനിക്കൊരു വീട്ടിലോട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് അതിലൊരു റെസ്റ്റ് എത്ര ശതമാനം കൊടുക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ റെസ്റ്റ് ഉണ്ട്. പക്ഷേ എപ്പോഴും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതിലൊരു 1000-2000 വ്യത്യാസം മാത്രമായിരിക്കും. എപ്പോഴും ആള് പറഞ്ഞിരുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സാധനം ബഡ്ജറ്റിൽ വാങ്ങാൻ പോകുമ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റിന് അടുത്ത പ്രോഡക്റ്റിലോട്ടുള്ള ഡിഫറൻസ് ഒരു 2,000 ഒക്കെ വരെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ കോസ്റ്റ് നോക്കി പോകാതെ, ആ 2,000 അല്ല പ്രോഡക്റ്റ് തമ്മിൽ നല്ല ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. ആ കോസ്റ്റ് നോക്കാതെ നിങ്ങൾ ക്വാളിറ്റി നോക്കിയിട്ട് സാധനം വാങ്ങുന്നതാണ് യെസ് ബ്രോ പറയുന്ന കാര്യം. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നെക്സ്റ്റ് കുറച്ച് 1-2 കട്ടിലൂടെ നോക്കാം. ഈ പറഞ്ഞാൽ ഒരു ബെഡ് ഒരു 2 പേരുള്ള ഒരു വീട്ടിലാണെങ്കിൽ കിടക്കാനാണെങ്കിൽ ക്യൂൺ സൈസിന്റെ കിങ് സൈസിന്റെ ആവശ്യമൊന്നുമില്ല. നോർമൽ ഒരു ബെഡ് മതി. ഒരു 4 അടി സൈസുള്ള ഒരു ബെഡിന്റെ ആവശ്യം ഉണ്ടാകും. സോ 5,000 മുതൽ അല്ലെങ്കിൽ 5,000 റേഞ്ചിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്.
ഈ ഒരു കട്ടിൽ അത് മഹാഗണിയിലാണ് ചെയ്തത്. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ അത് തന്നെ പറയും. ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഡിഫറൻസ് ഇതിപ്പോ നമുക്ക് വരുന്നത് നമ്മുടെ കസ്റ്റമറുടെ അടുത്ത് പറയുന്ന പ്രൈസ് 5,000 തന്നെയാണ്. നമ്മളത് ഡിസ്കൗണ്ട് ചെയ്ത് 4,500 ചെയ്ത് കൊടുക്കും. ഇതിൽ കൂടി ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പണിയുമ്പോൾ പറഞ്ഞാൽ ഒരു 20 ഇഞ്ച് 25 ഇഞ്ച് വണ്ണത്തിൽ നമ്മൾ പിടിക്കുന്ന അപ്പൊ അതിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും. അപ്പൊ ചില ഇപ്പോൾ റെന്റിന് കിടക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ആ ഒരു ബഡ്ജറ്റിൽ ഒതുക്കാൻ പറ്റുന്ന കുറച്ച് കാലത്തേക്ക് അവരോട് പ്ലേസിലുണ്ടാവും. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു 35 ഇഞ്ച് മേളിലോട്ടുള്ള തടിയിൽ പണിയുന്നതാണ്. അത് വെച്ചാൽ ആ തടിക്ക് നമുക്ക് ക്യൂബിക്കുലർ റേറ്റും കാര്യങ്ങളും മാറ്റം വരും, തടിയുടെ ഡ്യൂറബിലിറ്റിയും കൂടും, മൊത്തത്തിൽ ചേഞ്ച് വരും. അപ്പൊ നമുക്ക് ആ തടിയിൽ വരുന്ന ഡിഫറൻസ്. ബാക്കി ബേക്കിംഗ് ഒക്കെ എല്ലാം ഓൾമോസ്റ്റ് ശരിയാണ്. ഒരു കട്ടിൽ പണിയണമെങ്കിലും കുറഞ്ഞ കട്ടിൽ പണിതാലും കൂടിയ കട്ടിൽ പണിതാലും നമ്മൾ മേക്കിംഗ് ചാർജും അതിന്റെ പോളിഷും കാര്യങ്ങളൊക്കെ എല്ലാം സെയിം. നമുക്ക് ആ തടിയിൽ വരുന്ന മാറ്റമാണോ വരുന്നത്. അപ്പൊ വെച്ചാൽ നമ്മളൊരു ഡ്യൂറബിലിറ്റി നോക്കി എടുക്കുമ്പോൾ ഇത് തമ്മിൽ എത്ര പ്രൈസ് വ്യത്യാസം വരുന്നത്? ഇത് വരുമ്പോൾ ഒരു 1000 രൂപ ഡിഫറൻസ്. 1000 രൂപയുടെ ഡിഫറൻസ് വരുന്നുള്ളൂ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവർ ഓർഡർ കൊടുത്ത് ചെയ്തെടുക്കുന്ന സാധനം, ഇത് ഇവരുടെ ഫാക്ടറിയിൽ തന്നെ ഇവരുടെ സ്റ്റാഫിൽ വെച്ച് ചെയ്യുന്ന സാധനം. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസം വെച്ചാൽ ക്വാളിറ്റി ഒരുപാട് വ്യത്യാസമുണ്ട്. 1000 ആണ് അതിന്റെ പ്രൈസ് ഡിഫറൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ടെണ്ണത്തിന് ക്വാളിറ്റി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന്റെ ഫിനിഷിംഗ് ലെവൽ വേറെയാണ്. അതാണ് ബ്രോ പറയുന്നത്. കുറച്ചുകൂടെ ഫിനിഷിംഗ് കൂടുതലായിരിക്കും. കാരണം ഇതെല്ലാം നമ്മൾ കണ്ടത് ഇത് നമ്മളിതിന്റെ ടോപ്പിന്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ തടിയുടെ ഇത് കുറയ്ക്കാനാണ് ഇത് ചുമ്മാ ചെറിയ റീപ്പർ ചെറിയ കട്ടയും കൊടുക്കും. ഇതൊന്ന് ഫുള്ള് റീപ്പറാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്ഥലത്തും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പക്ക അത് കണ്ടിന്യൂവേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഫിനിഷിംഗിലും അതുപോലെ തന്നെ സാൻഡിങ്ങിലൊക്കെ വ്യത്യാസമുണ്ട്. ഫിനിഷിംഗിലെല്ലാം വ്യത്യാസമുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ കസ്റ്റമർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാലേ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 4500 രൂപയ്ക്ക് നമ്മുടെ നാട്ടിലൊന്നും വേറെ കട്ടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല. എനിവേ നിങ്ങൾക്ക് ആ ഒരു വിലയിലാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ബെഡുകൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അക്വേഷ്യയാണ് വുഡ് വരുന്നത്. അക്വേഷ്യ വുഡ് അല്ലെ? ഇതിപ്പോ നമുക്ക് പ്രൈസ് വരുന്നത് ഒരു 14, 15, 16. അത് ഓരോ മോഡലിന് ചെറിയ ചെറിയ ഡിഫറൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റമാണ് വരുന്നത്. പക്ഷെ എങ്കിലും നമ്മളത് കസ്റ്റമറിന്റെ റേറ്റിലോട്ട് നമ്മളത് ചെയ്ത് കൊടുക്കും. അത് നമ്മൾ അങ്ങനെ ഒരു എല്ലാ മോഡലും അങ്ങനെ ഒരു റേറ്റിൽ നമ്മൾ സംസാരിക്കാറില്ല. കാരണം വെച്ചാൽ ചിലപ്പോൾ ഒരു കസ്റ്റമർ ഓരോ ഐറ്റം ആയിരിക്കില്ല എടുക്കുന്നത്, 1-2 ഐറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഒരു അഡ്ജസ്റ്റ് ചെയ്തുള്ള രീതിയിൽ കസ്റ്റമറിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇതൊരു റീഫർ ടൈപ്പ് കട്ടിലാണ്. നമ്മളിപ്പോ അവിടെ തേക്കിലൊരു കട്ടിൽ കണ്ടായിരുന്നു, അതിന്റെ അക്കേഷ്യയിൽ വരുന്ന സാധനമാണ്. ഇതൊക്കെ നമുക്ക് വരുമ്പോൾ ഒരു 12,000 രൂപ 16,000 രൂപ റേറ്റിലോ വരും. അതായത് കിങ് സൈസ്. ക്യൂൺ സൈസ് വരുമ്പോൾ ഒരു 7,000 രൂപ 7,500 റേഞ്ചിലോട്ട് വരും. ക്യൂൺ സൈസിൽ പോലും ജസ്റ്റ് ബ്രോ പറഞ്ഞനുസരിച്ച് നമുക്ക് 7,000 വരെ ബെഡ് അവൈലബിൾ ആണ്. സോ എന്തായാലും വളരെ ശരിക്കും പറഞ്ഞാലേ അത്യാവശ്യം നല്ല കളക്ഷൻ, ഹ്യൂജ് കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവർ അതിന്റെ കാര്യങ്ങളും നിങ്ങളുടെ റിക്വയർമെന്റ് ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റുകൾ ഒരു സ്പോട്ടിലെത്തിക്കും. നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാൻ ഇഷ്ടപ്പെടാം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. നമുക്ക് ഇനി കുറച്ച് എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിന്റെ എൻഡിങ്ങിലോട്ട് പോവാണ്. നമുക്ക് 1-2 കാര്യങ്ങളുടെ കണ്ടതിന് ശേഷം ഈ ഒരു എപ്പിസോഡ് നമുക്ക് എൻഡ് ചെയ്യാം. നമുക്ക് വേറൊരു സെറ്റിംഗ് കൂടെ ഇവിടെ അവൈലബിൾ ആണ്. കോർണർ സെറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് തേക്കിൽ വരുന്ന നമുക്ക് 32 ആണ്. തേക്കിലാണ് ഇത് വരുന്നത്. ഇതിപ്പോ ഏത് കാര്യമുള്ള തേക്കാണ്. ഇത് ഫുൾ തേക്കാണ്. ഇത് 32,000 ആണ് ഇതിന്റെ ഒരു റേഞ്ച് വരുന്നത്. ലൈഫ് ടൈം വാറന്റി വരുന്ന ഒരു പീസാണ്. ഇതിനകത്തൊരു ഡിസൈനിലുള്ള പ്രത്യേകത വെച്ചാൽ ഇതിന്റെ ഈ കാല് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത്യാവശ്യം ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ പഴയ സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പിലുള്ള ഒരു ലാൻഡിംഗ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കുറച്ച് പൂജ സെറ്റ് അല്ലെങ്കിൽ പൂജ സ്റ്റാൻഡൊക്കെ നമുക്ക് കാണാനായിട്ടുണ്ട്. പൂജ സ്റ്റാൻഡ് നമുക്ക് ഇനി നോക്കാനുള്ള ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകളുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മെയിൻ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത്. ഈ ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് വരുമ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 8,900 ഇത് പ്രൈസ് വരുന്നത്. പക്ഷേ ഇതിന് നിങ്ങളെങ്ങനെ വാറന്റി കൊടുക്കുന്നത്? ഇത് നമുക്ക് കമ്പനി ബോർഡിന് ലൈഫ് ലോങ് ഗ്യാരണ്ടി ആയിരിക്കും. ലൈഫ് ലോങ് ഗ്യാരണ്ടി ഇത് കമ്പനി കൊടുക്കുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. അത്യാവശ്യം ലൈഫ് ലോങ് ഗ്യാരണ്ടി കമ്പനി. പാർട്ടി ബോർഡിന്റെ ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് കസ്റ്റമറോട് പറയാനുള്ളത് ഇത് നമുക്കിപ്പോൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ കമ്പനി ഐറ്റം എടുക്കുക. കാരണം ഇത് ഈർപ്പം തട്ടിയ ഒരുപാട് വെള്ളം നനയാൻ പാടില്ലാത്തൊരു സാധനമാണ്. എന്നാൽ നമ്മൾ വീട്ടിൽ വെള്ളം നനയുന്നില്ല എങ്കിൽ കൂടി നമ്മൾ ഇപ്പൊ എല്ലാവരും അത്യാവശ്യം എയർ കണ്ടീഷനൊക്കെ ചെയ്ത റൂമാണ്. ഈർപ്പം പിടിക്കാനുള്ള ഇതിനിങ്ങനെ ഫംഗസും കാര്യങ്ങളും വരും. അപ്പൊ നമ്മൾ കമ്പനി ആയിട്ടാകുമ്പോൾ ബോർഡിന്റെ ഡെൻസിറ്റി കൂടുതലുണ്ട്. അപ്പോൾ ഒരു നമുക്കൊരു 15-13 ടെമ്പറേച്ചറിലോട്ട് വന്നാൽ ഇതിന് പ്രശ്നമില്ല. ഇത് ടെർമിനേറ്റർ ഫ്രീ ആണ്. ഇതെന്താ വെച്ചാൽ ഇത് മാർക്കറ്റിൽ ലോക്കൽ ഒരുപാട് അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കമ്പനി ഐറ്റം, അതായത് എൻ്റെ അടുത്ത് കുറഞ്ഞ ഐറ്റം ഉണ്ട്, ഞാനത് കസ്റ്റമർ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം നമ്മൾ 2 ഡോർ അലമാരിയൊക്കെ 7,500 രൂപയിൽ തീരും.
അലമാരി ഡ്രസ്സിങ് നമുക്ക് ഇതിപ്പോ ലോക്കലിൽ വരുമ്പോൾ ഏകദേശം ഒരു 4500 ഡബിളാണ്. പക്ഷേ കമ്പനി പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കുമ്പോൾ അതിന് ലൈഫ് ടൈം വാറണ്ടി കാര്യങ്ങളും കിട്ടും. അതുപോലെ അതിന്റെ ഫിനിഷിങ് അതുപോലെ തന്നെ ഉണ്ടാവും. ഇത് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 4 ഡോർ നിങ്ങൾക്ക് അവൈലബിൾ, അതുപോലെ 4 ഷെൽഫാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റും. നല്ലൊരു സ്പേസ് ഇതിനകത്തുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. ഇത് നമുക്ക് ഡിസ്കൗണ്ടിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. എന്തായാലും നമ്മുടെ നെല്ലിക്കുഴിയിലെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. കാര്യം വേറെ ഒന്നുമില്ല, ഒരുപാട് ഷോപ്സ് ഉണ്ട്, നമുക്ക് എല്ലാം കൂടെ കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത നിയാസ് ബ്രോയ്ക്ക് ഒരു ബിഗ് താങ്ക്സ്. എന്തായാലും നമ്മുടെ ചാനലുകൾ മറ്റുള്ള ആൾക്കാരോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഒരുപാട് ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവങ്ങൾ വരും. ഓട്ടോമൊബൈൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ 360 ആണ്. നമ്മുടെ ഒരു മനുഷ്യന് ചുറ്റുമുള്ള ഒരുപാട് സംഭവങ്ങൾ വളരെ വില കുറച്ച് വളരെ ഇതായിട്ട് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് മാർജിനില്ല നമ്മൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ്. അതുപോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.